ഹായ്, എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. എന്താ ജസ്റ്റ് എണീച്ചുള്ളൂ കേട്ടോ. ഉറക്കം സെറ്റല്ല, കാരണം ഇന്നലെ ഞാൻ ലേറ്റ് ആയിട്ടാണ് കിടന്നത്. ഞാൻ എല്ലാ ദിവസവും വിചാരിക്കും നേരത്തെ കിടക്കുന്നത്, പക്ഷെ എഡിറ്റ് ചെയ്ത് വരുമ്പോഴേക്കും നല്ല ടൈമാവും. ഇപ്പോൾ സമയം ഒരു 8:30 ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ എണീച്ചത് ഒരു 8 മണിയൊക്കെ ആയപ്പോഴാണ്, കാരണം വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ 8 മണി പറയുമ്പോൾ നാട്ടിലെ 8 മണി അങ്ങനെയാണ്. ഇത് ഇവിടുത്തെ കറക്റ്റ് 8:30ക്കാണ് നാട്ടിലെ 8 മണിയാവുന്നത്. സോ ഇനിയിപ്പോൾ ഇവിടുന്ന് പാക്ക് ചെയ്തിട്ട് വേണം ഇവിടുന്ന് ഇറങ്ങാനായിട്ട്. പാക്ക് ചെയ്യലാണ് ഏറ്റവും വലിയ ടാസ്ക്. ഈ ടെൻ്റ് അടിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കും ഇത് പാക്ക് ചെയ്യാൻ. അതാണ് എപ്പോഴും എനിക്ക് ടെൻ്റ് അടിക്കാനുള്ള ആകെ ഒരു മടി കേട്ടോ. അവരിവിടെ എനിക്ക് കഴിക്കാൻ വേണ്ടി ഫുഡ് തന്നിട്ടുണ്ട് കേട്ടോ, റൈസും പിന്നെ എഗ്ഗും. ഞാൻ എന്താ ടെൻ്റൊക്കെ പാക്ക് ചെയ്ത് ബാഗൊക്കെ പാക്ക് ചെയ്ത് ഞാനിവിടെ ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ അവർ എന്തോ ബീൻസൊക്കെ കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ, പുറത്ത് വെച്ചിട്ട് ഗ്രില്ല് ചെയ്യുന്ന പോലത്തെ ആ ഒരു സംഭവത്തിലാണ് അവർ കുക്ക് ചെയ്യുന്നത്. എന്താ അവരടുത്ത് ബായ് പറയാൻ വേണ്ടി പോവാൻ കേട്ടോ. എവിടെ ഹലോ ഗോയിങ് സി ഓക്കെ ബൈ ബൈ. Sí, sí. Gracias. Que lo vaya muy bien. Sí. Okay, bye Hola, bye. hola. Sí. Bye, bye. Que le vaya muy bien. Gracias, Okay. gracias. Okay, Bye bye. okay. Oi. Dos. Niña. Bye. Ya. Bye. Okay, bye bye. Gracias. ആ ഡോഗിനായിട്ട് ഞാൻ നല്ല കൂട്ടായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രിയൊക്കെ ഞങ്ങൾ ഓടി കളിക്കായിരുന്നു, ഫുട്ബോളൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്. ഇവരാണ് ഈ പള്ളി നോക്കി നടത്തുന്നത് കേട്ടോ. ഈ കാണുന്ന പള്ളിയാണ്. ഞായറാഴ്ച മാത്രമാണ് പള്ളിയിൽ തിരക്കും ആൾക്കാരൊക്കെ ഉണ്ടാവും, അല്ലാത്ത സമയത്ത് പള്ളിയിൽ ആരും വരുമൊന്നുമില്ല കേട്ടോ. ഇതിവിടെ ഒരു ചെറിയ ടൗൺ ആണ് കേട്ടോ കാണുന്നത്. ഇപ്പം എവിടെ നോക്കിയാലും റെയിൻകോട്ടാണ്. റെയിൻകോട്ട് മേടിച്ചത് പിന്നെ കണ്ടോ, എല്ലാ കടേൻ്റെയും മുന്നിൽ റെയിൻകോട്ട് ഉണ്ട് കേട്ടോ. കണ്ടോ, ഇവിടെ ആണെങ്കിൽ മൊത്തം ഡ്രസ്സ് ഷോപ്പും. ഞാനിവിടെ ഒരു ഡ്രസ്സ് കടയിൽ കയറിയിട്ട് ഇതാ ഈ ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്? നോർമൽ ആയിട്ടുള്ളൊരു ഡ്രസ്സ്. ഇന്ത്യൻ റുപ്പി 1000 രൂപയാണ് കേട്ടോ ഇതിന് വരുന്നത്. നമ്മളെ നാട്ടിലാണെങ്കിൽ ഇതിനൊരു 400-500 ആവുള്ളൂ എന്ന് തോന്നുന്നു. അത്ര പോലും ആവില്ല തോന്നുന്നു. ജസ്റ്റ് ഒരു സാധാ ഒരു നോർമൽ ഒരു ടീഷർട്ട് കേട്ടോ. ഇവിടെ ഒരു മെഡിക്കൽ ഷോപ്പ് കണ്ടപ്പോൾ ഞാനിത് അവിടെ ഇത് മേടിച്ചിട്ടുണ്ട് കേട്ടോ, വെറ്റ് വൈപ്സ്. എൻ്റെ വെറ്റ് വൈപ്സ് തീർന്നിരിക്കുമായിരുന്നു. ഇതിന് ഒരു 200 രൂപയാണ് കേട്ടോ വരുന്നത്. 84 ഇവിടുത്തെ പൈസ. എന്തെങ്കിലും മേടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ടൗൺ എത്തുമ്പോൾ എനിക്ക് മേടിക്കാൻ പറ്റുള്ളൂ. ഒരു കമ്മൽ ഉണ്ടെങ്കിൽ മേടിക്കണം. ഞാൻ കുറേ ദിവസമായി വിചാരിക്കുന്നു. ഒരു വലിയ സൂപ്പർ മാർക്കറ്റാ. ഞാൻ വീണ്ടും കുറച്ച് ഡ്രസ്സ് മേടിച്ചിട്ടോ. കമ്മല് ഞാൻ മേടിച്ചത് ഇതാണ് കേട്ടോ. ഇതിന് ഇവിടുത്തെ 60 രൂപയാണ് കേട്ടോ. 60 എന്ന് പറയുമ്പോൾ നമ്മളെ നാട്ടിലെ ഒരു 200 ആ ഒരു റേഞ്ചാന്ന് തോന്നുന്നു. പിന്നെ ഞാനിതാ ഈ ഒരു ഡ്രസ്സ്, ഇതേപോലത്തെ ഡ്രസ്സ് എനിക്ക് മുന്നേ ഉണ്ടായിരുന്നു, പക്ഷെ ഇത് വേറെ കളറാണ്. ഈ സെയിം തന്നെ എനിക്ക് വേറെ ഇതുപോലത്തെ കളർഫുൾ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വേറൊരു ബ്ലൂ ഡ്രസ്സും കൂടെ മേടിച്ചു. ഈ ഒരു ബ്ലൂ ഡ്രസ്സും കൂടെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പുറത്തേക്ക് ഇടാനായിട്ടുള്ള ടൈപ്പ് ഡ്രസ്സ്, ലൈക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അല്ലാതെ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡ്രസ്സ് എൻ്റെ കയ്യിൽ ഇല്ല. അപ്പം ഞാനത് അങ്ങനെ മേടിച്ചത്. ഇന്ത്യൻ റുപ്പി 2100 രൂപയ്ക്കാണ് കേട്ടോ ഞാൻ മേടിച്ചത്. ആക്ച്വലി നിക്കാരാഗുവ കമ്പാരിറ്റീവ്ലി ഭയങ്കര ചീപ്പായിട്ടുള്ള കൺട്രിയാണ്. അതുകൊണ്ടാണ് അത്ര ഡ്രസ്സ് മേടിച്ചപ്പോൾ എനിക്ക് അത്ര ആയത് കേട്ടോ. അല്ലെങ്കിൽ അതിൽ കൂടുതലായിരുന്നു. പക്ഷേ അപ്പുറത്തെ ഷോപ്പിൽ നിന്ന് അത് മേടിച്ച് കൂടുതലായിരുന്നു. ആ ഒരു ടീഷർട്ട് മേടിച്ചില്ലേ, അതിന് 1000 രൂപയായി. അതൊറ്റൊരു ടീഷർട്ട് മാത്രം. ഇതൊരു ഫുൾ ഡ്രസ്സിന് തന്നെ ഡ്രസ്സും കമ്മലൊക്കെ മേടിച്ചിട്ടാണ് ഇത്ര ഉള്ളൂ. മണ്ടത്തരായിപ്പോയി. ആദ്യം ആ കടയിൽ പോകേണ്ട ആവശ്യമില്ലായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. മെയിൻ റൂട്ടിൽ തന്നെയാണ് ഉള്ളത്. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അധികം വണ്ടികളൊന്നും വരുന്നില്ലേ. ഇവിടെയൊക്കെ നോക്ക്, ഫുള്ള് ഗ്രീനറിയാണ് ഈ കാണുന്നത്. കുറേ പശുക്കളുണ്ട്. ആ പുല്ലെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുക. പുല്ലൊക്കെ ഇഷ്ടം പോലെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പശുക്കൾക്ക്. നോക്ക്, റോഡിൽ കൂടെ ഒക്കെയാണ് കേട്ടോ കുതിര നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. പക്ഷെ എപ്പോഴെങ്കിലും ഒരു വണ്ടി വരുള്ളൂ, അതാണ് ടാസ്ക്. എനിക്ക് ഇനി 500 കിലോമീറ്ററിൻ്റെ അടുത്ത് പോകാനുണ്ട് ഓൾറെഡി കോസ്റ്റാറിക്ക ബോർഡറിലേക്ക് കേട്ടോ. പിന്നെ 2 വഴിയുണ്ട്. ഒരു വഴി കൂടെ പോവാ, പക്ഷെ ആ വഴി കുറേ വണ്ടികൾ പോവും. പക്ഷെ അങ്ങോട്ട് എത്തണമെങ്കിൽ തന്നെ ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് കോസ്റ്റൽ ഏരിയ ആണ്. മലമുകളിൽ ഏരിയ കൂടെ പോകണോ കോസ്റ്റൽ ഏരിയ കൂടെ പോകണോ എന്ന് കൺഫ്യൂഷനാണ്. അപ്പം ഞാൻ രണ്ടും മിക്സ് ചെയ്ത് പോകാനാണ് വിചാരിച്ചിട്ടുള്ളത്. ഇന്ത്യ അക്കി എക്സ്പ്ലോറർ സി സോളാ സി. ഞാൻ ഇവിടെ ലിഫ്റ്റ് അടിച്ച് കുറേ നേരമായിട്ട് നിൽക്കായിരുന്നു കേട്ടോ. ഈ പുള്ളിക്കാരൻ വന്നിട്ട് ഇവിടെ ട്രക്ക് ഉണ്ട്, അപ്പോൾ ആ ട്രക്ക് മനാഗുവയ്ക്കാണ് പോകുന്നതെന്ന് പറഞ്ഞു കേട്ടോ. ലൈക്ക് ക്യാപിറ്റൽ സിറ്റിയാണ് മനാഗുവ. അപ്പോൾ എനിക്ക് ആ റൂട്ട് പോയിട്ട് എനിക്ക് അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ ഇറങ്ങാം. സിറ്റി പോകണം എന്നിങ്ങനെ വിചാരിച്ചു. ചിലപ്പോൾ പോവും, ചിലപ്പോൾ പോവില്ല. അങ്ങനെ എന്തായാലും എനിക്ക് ഇവിടുന്ന് ഒരു മെയിൻ റോഡിൽ എത്തണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. ഇത് അത്യാവശ്യം നല്ല റോഡാണ്, പക്ഷെ വണ്ടികൾ വളരെ കുറവാണ്.
എപ്പോഴെങ്കിലും ഒരു വണ്ടി പോകുള്ളൂ, അത് നിർത്തുന്നുമില്ല. ആ വണ്ടിയിൽ സംസാരിച്ചിട്ടോ. ഈ പുള്ളിക്കാരൻ ആക്ച്വലി എന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ, അല്ലാണ്ട് ആൾക്ക് അറിയുന്ന വണ്ടിയൊന്നുമല്ല. ജസ്റ്റ് ഇങ്ങനെ ആ സ്ഥലത്തേക്ക് പോകുന്നു എന്ന് പറയും. പക്ഷെ അവര് സമ്മതിച്ചില്ല കേട്ടോ, എന്തോ പറഞ്ഞു. എന്താ റീസൺ എന്ന് എനിക്കറിയില്ല. കുറച്ചു നേരം നമ്മളിവിടെ വെയിറ്റ് ചെയ്തിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആള് പറഞ്ഞ് വേറെ വണ്ടി ഉണ്ട് അവിടെ, ആ വണ്ടി പോകുന്ന ഞാൻ ചോദിക്കാമെന്നാണ് പറയുന്നത്. ആൾ അവിടെ പോയിട്ട് അവിടുത്തെ ആൾക്കാരോട് ചോദിക്കുകയാണ് കേട്ടോ, പോകുന്നുണ്ടോ, എപ്പോഴാണ് പോകുന്നതെന്നൊക്കെ. ഇപ്പോൾ ചോദിച്ച സമയത്ത് പറഞ്ഞത് ഇപ്പം പോകുന്നില്ല, കാരണം ലോഡ് ഇനിയും കയറ്റാനുണ്ട്. അപ്പോൾ ആ ലോഡെല്ലാം കയറ്റിയിട്ടാണ് പോകുള്ളൂ എന്നാണ് കേട്ടോ. ആൾ പിന്നെയും ഓരോ കാര്യങ്ങൾ അവിടെ പോയി ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ എന്തായാലും വണ്ടി കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ള രീതിയിൽ ഇവിടെ വന്നിട്ട് ലിഫ്റ്റ് അടിക്കുകയാണ് കേട്ടോ. ഈവൻ കുറച്ച് ദൂരമാണെങ്കിലും ഇവിടെ നിന്ന് ഔട്ടറിലെത്തിയാൽ കുഴപ്പമുണ്ടാവില്ല. ഇവിടെ നോക്ക് എന്ത് രസമാണ് കാണാൻ, അടിപൊളിയല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല രസമുള്ള ഗ്രീനറിയാണ്. പക്ഷെ ഇവിടെ പ്ലാസ്റ്റിക് ഇട്ടിട്ട് നോക്ക്, അത് വേറൊരു വൃത്തികേടായിട്ട് തോന്നില്ലേ? ആ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട്, വെള്ള കളറിലെല്ലാം കാണുന്നത് പ്ലാസ്റ്റിക്കാണ്. അപ്പുറമെല്ലാം എന്ത് രസമാണ് കാണാൻ പ്രകൃതി. അത് മനുഷ്യന്മാരെ നശിപ്പിക്കുവാണ്. കുറേ നേരമായിട്ട് ഒരു വണ്ടി പോലും പോകുന്നില്ല കേട്ടോ. ആകെ 2 വണ്ടി പോയാൽ 2 വണ്ടിയിൽ ഫുള്ളായിരുന്നു, നിർത്തിയതുമില്ല. ഞാൻ എന്താ ഇവിടെ ഒരു പേരയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് വിശക്കുന്നുണ്ട്. അപ്പോൾ സമയം 1:45 രാവിലെ തൊട്ട് ഇതുവരെ എനിക്ക് ഒരു വണ്ടി പോലും കിട്ടിയിട്ടില്ല. എണീച്ച് നിന്ന് ക്ഷീണിച്ചപ്പോൾ ഞാനിതാ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. അവിടുത്തെ ആ വണ്ടികൾ അവരിങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അവരെപ്പോൾ പോകുന്ന അവർക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഒരു വയസ്സായ അമ്മ നോക്കി നടക്കാൻ തന്നെ വയ്യ, പാവം. എന്നോട് നോക്കി ചിരിക്കും കേട്ടോ. കുനിഞ്ഞൊക്കെയാണ് നടക്കുന്നത്. എപ്പോഴും അവർ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോയേക്കാ. എസ്പാനിയോൾ നോ, എസ്പാനിയോൾ നോ, എസ്പാനിയോൾ നോ. ഇന്ത്യ, ലാ ഇന്ത്യ. Costa Rica. Sí. Que me le vaya bien, pues. El Señor me la bendiga. Sí. അവര് ഞാൻ എവിടേക്കാ പോകുന്നേ അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചത് കേട്ടോ. അവിടുന്ന് ഞാൻ ഈ ഒരു കയറ്റം കയറി നടന്ന് ഇവിടെ ഒരു ഹമ്പിൻ്റെ അവിടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വണ്ടി സ്ലോ ആക്കിയാൽ പിന്നെയും ലിഫ്റ്റ് കിട്ടാൻ ഈസിയാണ്. ഇവിടെ ആൾക്കാർ ഇടുന്ന ഡ്രസ്സൊക്കെ നോക്കിയേ. സാധാരണ ഇപ്പോൾ ഇത് നാട്ടിലാണ്, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു അമ്മ കൊച്ചിനെ കൊണ്ട് ഇങ്ങനെ നടന്നെങ്കിൽ അവിടെ ബോഡി ഷെയ്മിങ് ആയി, സ്ലഡ് ഷെയ്മിങ് ആയി, എന്തൊക്കെ ആൾക്കാർ പറയും. ഇത് അമ്മമ്മമാർ വരെ കുട്ടി കുപ്പായ ഇട്ടിട്ടാണ് നടക്കാം. നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒരു അമ്മമ്മ ഇങ്ങനെ ചെറിയ കുപ്പായൊക്കെ ഇട്ട് നടന്ന എന്തായിരിക്കും അവസ്ഥ? ആകെ മൊത്തം സീനാവും. നോക്ക്, അപ്പം ഇതൊന്നും ഈ നാട്ടിലെ ട്രഡീഷണൽ ഡ്രസ്സ് അങ്ങനെയില്ല. എല്ലാവരും മോഡേൺ ഡ്രസ്സാണ് ധരിക്കുന്നത്. അല്ലേ? ആ കൊച്ചിൻ്റെ കഴുത്തൊക്കെ എന്തോരം ഇറങ്ങിയാ കിടക്കുന്നത്. അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിലിട്ടാൽ തീർന്ന്. എൻ്റെ ഡ്രസ്സിനെ തന്നെ കുറ്റം പറയും. അത് ഞാൻ ഫുൾ ടൈം എപ്പോഴും ഫുൾ കവർ ഡ്രസ്സാണ് ഇടുന്നത്. ഞാൻ ആകെ എനിക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് പർദ്ദയിട്ട് ഇറങ്ങാൻ പറ്റൂലല്ലോ, കംഫർട്ടായിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് ഇറങ്ങാൻ പറ്റൂ. അപ്പോൾ മാത്രമാണ് ഞാൻ ഷോർട്ടായിട്ടുള്ള ഡ്രസ്സ് ഇടുന്നത്. അതിന് തന്നെ ആൾക്കാർ എന്താണ് പറയുന്നത്? നമ്മളെ നാട്ടിലെ ആൾക്കാരെ ചിന്താഗതി മാറൂല. ഈ ഒരു വീട്ടിൽ നോക്ക്, ഡോഗിനെ കെട്ടിയിട്ടുണ്ട്. സാധാരണ അവർ ഡോഗിനെ അങ്ങനെ കെട്ടിയിടാറില്ല കേട്ടോ. 2 എണ്ണം ഉണ്ട്, 2 എണ്ണത്തിനെയും കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. വണ്ടി ഒന്നും കിട്ടാണ്ട് ഞാനിതാ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണേ. കാണാനൊക്കെ നല്ല രസമുണ്ട് കാഴ്ചകൾ. അയ്യോ, കുറേ ഡോഗ്സ് ടീം അവിടെ ഉണ്ട് കേട്ടോ. 3 എണ്ണം ഉണ്ട്. വിറ്റങ്ങൾ കുറച്ചിട്ട് കെട്ടിടാത്തതിനെ വിളിച്ച് കൊണ്ടുവരാണ്. ലൈവായിട്ട് തന്നെ കടിക്കുന്ന കാണാം. ഓ പോ പോ ഒല്ല പോ പോ അമ്മോ, വെറുതെ വഴിക്കാണ്. ഈ ചെറുതിനാണല്ലേ ഉണ്ടാണ്ട് പൊക്കോ. എന്താ എന്താ അതിൻ്റെ മോനെ? പോ പോ പോ, വെറുതെ തമാശ കളിക്കല്ലേ. ഇവരിയായിട്ട് പോകുന്ന കാണുന്നുണ്ട് കേട്ടോ. ഈ ഉറുമ്പ് എന്താ കൊണ്ടുപോകണമെന്നറിയോ? നമ്മളുടെ കയ്യിലൊട്ടിക്കുന്ന നൈലില്ലേ, ചെറുപ്പത്തിലെല്ലാം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ മറ്റേ കളിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. ആ ഒരു മരം കണ്ടോ, അതിൻ്റെ പൂക്കള്, ആ പൂക്കളെന്താ ഉറുമ്പ് തിന്നോ? എന്തോരം വലിയ പന്നിയാ നോക്കി. ഇവിടെ ഇവരുടെ പ്രധാന ഭക്ഷണം പോർക്കാണ് കേട്ടോ. അതിനെ കെട്ടിയിട്ടേക്കാ കണ്ടോ, എത്ര വലുതാ. അത് എണീച്ചപ്പോൾ ഭയങ്കര വലുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടേ. ഇവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇവരുടെ ഫേവറേറ്റ് ഫുഡ് തന്നെ പന്നിയാണ് കേട്ടോ. നമ്മളെ നാട്ടിൽ ബീഫും ചിക്കനും ഫിഷൊക്കെ അല്ലേ, ഇവിടെ പന്നിയാണ് ഏറ്റവും കൂടുതൽ. ഇതൊക്കെ നോക്കിയേ, ചുമ്മാ കിടക്കുന്ന കുറേ മലയാണ് കേട്ടോ. ആ കുറേ ഡോഗ്സ് എന്നെ കണ്ടിട്ടാണ് ഈ കുറച്ചുകൊണ്ടിരിക്കുന്നത്. കെട്ടിയിട്ടേക്കാ, കടിക്കുന്നോണ്ടായിരിക്കും കെട്ടിയിടുന്നത്, അല്ലാണ്ട് അവർ കെട്ടിയിടൂല കേട്ടോ. ഞാൻ പിന്നെ നടന്നുകൊണ്ടിരിക്കുക, മഴയും ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. സെൻട്രൽ അമേരിക്കയിലെ എല്ലാ രാജ്യങ്ങളും നമ്മളെ കേരളം പോലെ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. നോക്കിയേ,
ആകെ വീടും ഭക്ഷണവും മാത്രമാണ് മാറ്റുള്ളൂ. ഭൂപ്രകൃതി അതേപോലെ തന്നെയാണ്. കണ്ടോ? അതുകൊണ്ട് പുതിയ രാജ്യം മാറിയെന്ന് പോലും തോന്നില്ല. ഹോണ്ടുറാസിലും ഇതേ കാഴ്ചകളായിരുന്നു, നിക്കാരാഗുവയിലും ഇതേ കാഴ്ചകള്, അതിനു പിന്നെ സാൽവഡോറിൽ ഇതുപോലെ തന്നെയായിരുന്നു. കോസ്റ്റൽ ഏരിയ ആണെങ്കിൽ അത് കോസ്റ്റൽ അതുപോലെ തന്നെ, അതുപോലെ ഹില്ലി ഏരിയ ആണെങ്കിൽ ഇതുപോലെ തന്നെ ഇരിക്കുന്ന കേട്ടോ. ഈ കാണുന്നതൊക്കെ മറ്റേ കോക്കോന്റെ ചെടിയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. റെഡ് കളറിലാണ് അത് ഇരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ കൂടുതലും യെല്ലോ കളറിലൊക്കെ അല്ലേ കണ്ടിട്ടുള്ളത്. ഇത് റെഡ് ആയതുകൊണ്ട് എനിക്കൊരു ഡൗട്ട് വന്നേ. അങ്ങനെ കുറെ നേരത്തിന് ശേഷം സമയം 3:08. ഇപ്പോഴാണ് എനിക്ക് വണ്ടി കിട്ടിയത്. രാവിലെ തൊട്ടിട്ട് ഇന്ന് ആകെ ഒരു വണ്ടി കിട്ടിയിട്ടുള്ളൂ. അത് ഈ ഒരു വണ്ടിയാണ് കേട്ടോ. ഈവൻ ചിക്കൻ ബസ് പോലും പോയില്ല. ഒറ്റ ബസ്സാണ് ഞാൻ പോകുന്നത് കേട്ടോ. അത് ഞാൻ അവിടെ ഡ്രസ്സ് മേടിച്ചുകൊണ്ടിരുന്ന സമയത്ത് കേട്ടോ. എന്റെ ഷോൾഡർ വേദനെടുക്കുന്നത്. കുറെ നേരമായിട്ട് ഞാൻ നടന്നു തന്നെ ഇരിക്കുവായിരുന്നു കേട്ടോ. ഇനി കുറച്ച് ദൂരം ഉണ്ട് പുള്ളിക്കാരൻ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് മെയിൻ റോഡ് എത്തിക്കഴിഞ്ഞാലാന്ന് തോന്നുന്നു വണ്ടികളൊക്കെ കിട്ടി തുടങ്ങും. ഇവിടെ വണ്ടികളുണ്ട്, വളരെ കുറവാണ്. അതുകൊണ്ടാണ് വണ്ടി കിട്ടാൻ ബുദ്ധിമുട്ട്. ഞാൻ ഈവൻ ബസ്സോ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ പോവാൻ ഓർത്താണ് ഇരുന്നത്. പക്ഷെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെയൊക്കെ നല്ല ഹില്ലി ഏരിയ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ സ്ലോ ആയിട്ട് തന്നെ പോകാൻ പറ്റുള്ളൂ. കാരണം നല്ല കയറ്റവും നല്ല ഇറക്കാണ്. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഇപ്പതാ കുത്തനെ ഇറക്കാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. ഇതുവഴി പോകാനായിട്ട് കാണുന്ന കാഴ്ചകളൊക്കെ അടിപൊളിയാണ്. ഒരു ഇന്തോനേഷ്യന്റെ ടച്ച് എനിക്ക് ഫീൽ ചെയ്യാണ്. കാരണം ഇന്തോനേഷ്യയില് ഇങ്ങനെ സൈഡില് കുറെ ചെറിയ പഴമൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ കഴിഞ്ഞു പോയിട്ട് ഒരു 3-4 എണ്ണം കഴിഞ്ഞു പോയി. ഇനി കാണുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നിറയെ അതുപോലെ തന്നെ ഇങ്ങനെ ഹൈറ്റിലായിരിക്കും ഉണ്ടാവുക. ഭയങ്കര ഹൈറ്റ്. ഇപ്പൊ നമ്മുടെ നാട്ടില് ഹൈറ്റ് ഉണ്ടെങ്കിലും ഒരുപാട് എന്താ പറയാ ബിൽഡിങ്സ് ഒക്കെ കാണാൻ പറ്റും. പക്ഷെ ഇവിടെ കണ്ടോ ബിൽഡിങ്സ് ഒന്നുമില്ല. ഇതെനിക്ക് ആ ഒരു ഇന്തോനേഷ്യയിലെ ജക്കാർത്ത പോലെ ഉണ്ട്. മീൻസ് ജക്കാർത്ത അയ്യോ എന്തായാലും പറയാ പ്രൊവിൻസ് ഉണ്ടല്ലോ, ആ പ്രൊവിൻസ് അതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. നല്ല രസമുണ്ട്. അയ്യോ അവിടെ മൊത്തം വാഴയാണ് കേട്ടോ. വാഴ ഇതേ സൈഡിലൊക്കെ നോക്ക്. ഈ ചേച്ചിമാര് സാധനങ്ങൾ വിൽക്കാൻ വെച്ചേക്കാണ് കേട്ടോ. അതുപോലെ വഴിയിൽ ഫുള്ള് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. നോക്കി എന്ത് ഹൈറ്റിലാ വാഴയെല്ലാം ഉള്ളത് കേട്ടാ. മുകളിലേക്ക് മൊത്തം. ഇവിടെ നമ്മളെ നാട്ടില് ഇപ്പൊ ഞാൻ വീഡിയോയിൽ എല്ലാവരും പറയുന്നത് കേരളം പോലെ ഉണ്ട്. പക്ഷെ ഇവിടെ നിന്നൊക്കെ തന്നെയാണ് എനിക്ക് തോന്നുന്നു ഒറിജിൻ. ആഫ്രിക്കയോ അല്ലെങ്കിൽ ബ്രസീലോ എവിടെയോ ആണ് ബനാനേന്റെ ഒറിജിൻ. ബനാന ആയാലും കപ്പയായാലും പപ്പായ ആയാലും എല്ലാം ഈ സൗത്ത് അമേരിക്കയും സെൻട്രൽ അമേരിക്കയും ആ ഏരിയയിലൊക്കെയാണ് കേട്ടോ ഉള്ളത്. അവിടുന്നാണ് നമ്മുടെ നാട്ടിലേക്കെല്ലാം വന്നിട്ടുള്ളത്. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് കപ്പയും ബനാനയൊക്കെ നമ്മുടെ നാട്ടിലുള്ളതാണെന്നാ. പക്ഷെ പിന്നെയാണ് മനസ്സിലായത്. ഇപ്പല്ല, കുറച്ചാള് മുന്നേ തന്നെ മനസ്സിലായായിരുന്നു. വീടുകളൊക്കെ നോക്ക്, ഭയങ്കര ചെറിയ വീടുകളാണ് കേട്ടോ. ജസ്റ്റ് ഒരു ഷീറ്റ് മാത്രം ഇട്ടിട്ടാണുള്ളത്. ഇപ്പൊ ഞാൻ ഒരുപാട് ഹൈറ്റിലാണ് കേട്ടോ ഉള്ളത്. നല്ല തണുപ്പുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു. അത് ഫോൺ എടുത്തപ്പോഴേക്കും ആ വ്യൂ പോയിന്റ് കഴിഞ്ഞു പോയിട്ടോ. അപ്പൊ മനസ്സിലായനെ എന്തോരം ഹൈറ്റിൽ. അതുണ്ടോ പഴം കണ്ടില്ലേ? അത് പച്ചയാണ് കാണുന്നത്, പഴുത്തതാണ് ഇത്ര നേരം കണ്ടിരുന്നത് കേട്ടോ. ചെറിയ ചെറിയ ഇങ്ങനെ ഒരു ഷെഡ് പോലെ കെട്ടിയേക്കാണ്, തട്ടുകട പോലെ. അങ്ങനെ എന്നിട്ട് അവര് സാധനങ്ങൾ വിൽക്കുന്ന കേട്ടോ. പല പല കൃഷിയും കാണുന്നുണ്ട്. ഇവിടെയൊക്കെയും കാപ്പിക്കുരു, വാഴ, ഫുള്ള് കാപ്പി കൃഷിയും വാഴ തന്നെയാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ കാണുന്നത് വാഴ തന്നെയാണ്. നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ കാണാം. നോക്കിയേ, വാഴ തന്നെ. ഈ കാപ്പിക്കുരുവിന്റെ ഇടയിലെല്ലാം വാഴയാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ കാപ്പിക്കുരു ഉണ്ടെങ്കിൽ അതിന്റെ ഇടയിലൊക്കെ കാപ്പിക്കുരു മാത്രമല്ലേ ഉണ്ടാവും, മരങ്ങൾ ഉണ്ടാവും, വേറെ ഒന്നും ഉണ്ടാവില്ലല്ലോ. നോക്ക്, ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി വില്ലേജസ് ആണ് കേട്ടോ. ഈ ഏരിയയിലേക്കൊന്നും അങ്ങനെ ആരും വരൂലേ. ഞാൻ ഈ ഒരു ഏരിയ ചൂസ് ചെയ്തത് അതുകൊണ്ടാ. ഈ ബീച്ച് സൈഡ് ഉണ്ടല്ലോ, കോസ്റ്റൽ സൈഡ് പോയി കഴിഞ്ഞാൽ ചൂടായിരിക്കും, തണുപ്പുണ്ടാവില്ല, പിന്നെ ഒരു സുഖം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതുവഴി ചൂസ് ചെയ്തത്. നോക്ക് എന്ത് രസാ, നല്ല പച്ചപ്പും, ഭയങ്കര അടിപൊളിയല്ലേ. പണ്ടത്തെ കേരളം. ഞാനൊക്കെ ജനിക്കുന്നതിന് മുന്നേ കേരളം എങ്ങനെയാണ് ഇരുന്നത്, അങ്ങനത്തെ ഒരു കേരളം. ഇപ്പൊ എല്ലാരും പറയുന്നുണ്ട് കമന്റില് 70s-ലും 80s-ലൊക്കെ കേരളം ഇങ്ങനെയാണ് ഇരുന്നത്, ഇതുപോലെ പച്ചപ്പും ഭയങ്കര സമാധാനവും ഭയങ്കര നീറ്റും. നോക്ക്, ഇവിടെയൊക്കെ ശരിക്കും ക്ലീൻ ആയിട്ട് കിടക്കുന്നില്ലേ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് പോവാന്. അതാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആ വീഡിയോയിൽ എത്രത്തോളം അതിന്റെ ഭംഗി മനസ്സിലാവും എന്ന് എനിക്കറിയില്ല. ഒന്നാമത് എനിക്ക് ആ ഒരു തണുപ്പും കൂടെ ഉള്ളതുകൊണ്ട് ആ തണുപ്പും ഇങ്ങനെ അടിക്കുന്ന സമയത്ത് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. അതെ, അവിടെ പഴം കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നോക്കി, ഇഷ്ടംപോലെ അവര് നിർത്തിയിട്ടേക്കുന്നുണ്ടോ. നോക്ക്, പഴുത്തതാണ് കേട്ടോ. അതും ചെറിയ പഴമാണേ, വലിയ പഴമല്ല. ഇവിടെ നേന്ത്രപ്പഴമൊക്കെ ഉണ്ടായിരുന്നു, വേറെ പഴങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ
കൂടുതൽ ഇപ്പൊ ഈ ഏരിയയിൽ മൊത്തം കാണുന്നത് മറ്റേ ചെറിയ പഴമാണ് കേട്ടോ. അവിടെ കണ്ടോ നോക്കേ പഴം വിൽക്കാൻ വെച്ചേക്കുന്നത്. എന്തോരാ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടാ, അടിപൊളി. പിന്നെ കഴിഞ്ഞ ദിവസമൊക്കെ വീഡിയോയിൽ കമന്റ് കണ്ടു, വീഡിയോയിൽ ക്ലാരിറ്റി ഇല്ല, ലെൻസ് തുടയ്ക്കുമോന്നൊക്കെ. ഇത് കണ്ടോ, ഇപ്പോൾ ഇത് ചില്ലിലായതുകൊണ്ട് ആ ചില്ലിലെ പൊടിയാണ് കാണാൻ പറ്റുന്നത്. ഇപ്പൊ നോക്ക് ക്ലിയർ ആയില്ലേ. എൻ്റെ ലെൻസ് എപ്പോഴും ഞാൻ ക്ലിയർ ആക്കിയിട്ടാണ് വെക്കാറ് കേട്ടോ, അല്ലാണ്ട് ഞാനത് ക്ലീൻ ചെയ്യാണ്ട് വെക്കാറേ ഇല്ല. അത് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ ക്ലാരിറ്റി പോകുന്നത് കേട്ടോ. പിന്നെ ലൈറ്റിങ്ങിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവും. ഇപ്പോൾ ഫോണിലാണല്ലോ വീഡിയോസ് എടുക്കുന്നത്, അപ്പം അതുകൊണ്ട് തന്നെ ഇരുട്ടായിട്ടുള്ള സമയത്ത് വീഡിയോ എടുക്കുന്ന സമയത്ത് ഭയങ്കര ക്ലാരിറ്റി കുറവായിരിക്കും കേട്ടോ. ഇവിടെ നോക്ക് വീടുകളൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള വീടുകളാണ് കേട്ടോ കൂടുതലും ഇവിടെ കാണാൻ പറ്റുന്നത്. അവിടെ നോക്ക് ഒരുപാട് വലിയൊരു കായൽ കാണുന്നുണ്ട് കേട്ടോ. കായലോ വേറെന്താ പറയാ, കടലല്ല, റിവറാണ്. റിവർ കോക്കോ, റിയോ കോക്കോ, റിവർ കോക്കോ അല്ല, റിയോ കോക്കോ എന്നെന്തോ പറയുന്നേ. വേണ്ട നോക്ക്, ഇത്രയും ഹൈറ്റിൽ ഇങ്ങനെ വെള്ളം അധികം ഉണ്ടാവില്ലല്ലോ. ഇവിടെ നോക്ക്, മാപ്പ് നോക്കുമ്പോൾ വലിയ കായൽ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതാണ് എൻ്റെ അടുത്ത് ഇന്നലെ അവിടെ ഉള്ള ആൾക്കാർ പറഞ്ഞത്, കായൽ വഴി പോവാൻ പറ്റുന്നു കേട്ടോ. പിന്നെ ഞാൻ അവിടെ നോക്കിയപ്പോൾ ഫെറി രാവിലെ 7 മണിക്ക് ഉണ്ടായുള്ളൂ. അതുകൊണ്ടാണ് ഇന്നലെ രാത്രി തന്നെ ഞാൻ ഹിച്ച് ഹൈക്ക് ചെയ്തിട്ട് പോയത്. അല്ലെങ്കിൽ എനിക്ക് ഉണ്ടാവുമായിരുന്നു, എനിക്ക് പോകാൻ പറ്റുമായിരുന്നു. പക്ഷെ കമ്പാരിറ്റീവ്ലി ഭയങ്കര എക്സ്പെൻസീവ് ആണ് ബോട്ടിലൊക്കെ പോകുന്നത്. പക്ഷെ അടിപൊളി എക്സ്പീരിയൻസ് ആണ്. പിന്നെ ലാമസ്കിറ്റിയിലൊക്കെ ഉള്ളപ്പോൾ ഞാൻ പോയതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ തന്നെ ചെറിയ ചെറിയ ബോട്ടുകൾ കാണുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ ലോക്കൽ ആൾക്കാർക്ക് അങ്ങോട്ടൊക്കെ പോകാനൊക്കെ ആയിരിക്കും. അപ്പം എനിക്ക് തോന്നുന്നു എന്തായാലും ഇവിടെ ഫിഷും കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. കടൽ ഇവിടെ അടുത്തില്ല, പക്ഷെ ഈ ഒരു റിവർ ഉള്ളതുകൊണ്ട് നല്ല അടിപൊളി കായൽ ഫിഷ് കിട്ടിയേനെ നമുക്ക്. അടിപൊളി കേട്ടോ, നല്ല രസമുണ്ട്, നല്ല തണുപ്പാണ്. തണുപ്പിൽ ഇതിങ്ങനെ ഈ കാഴ്ചകളും കണ്ടിട്ട് പോകാൻ നൈസായിട്ടുണ്ട്. ഈ പുള്ളിക്കാരൻ പോകുന്നത് മത്തഗാൽപ്പ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ. മത്തഗാൽപ്പയ്ക്ക് ഇവിടത്തെ വണ്ടിയിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ആളെൻ്റെ അടുത്ത് പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങിയിട്ട് വേണമെങ്കിൽ ഫോട്ടോ എടുത്തോന്ന്. ഇവിടെ നോക്ക്, നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ കാണാൻ പറ്റുന്നത്. അവിടേക്കും ചെറിയ ബോട്ടുകൾ ഓരോ സൈഡിൽ കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ചെറിയ ചെറിയ ഗ്രാമങ്ങളും ഉണ്ട് ബോട്ടിൽ അങ്ങോട്ടുള്ളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ. ഇവിടുന്ന് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്നാണ് കേട്ടോ ആള് പറയുന്നത്. ഇവിടുത്തെ സ്പാനിഷിലെ പല ഭാഷയും നമുക്ക് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷിലുണ്ടല്ലോ, അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. എലക്ട്രോ sí, sí, electric, electricidad, sí, sí, electricity, sí, കറക്റ്റ് പറഞ്ഞവര് മനസ്സിലാവൂല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് ഒരുപാട് വലുതാണ് കേട്ടോ, നല്ല രസമുണ്ട്. അതെന്താ അവിടെ ഒരു നടുവ് കൂടെ ഒരു വര പോയേക്കുന്നത്, അങ്ങനെ ഇട്ടതുപോലുണ്ട് കേട്ടോ. എൻ്റെ ഇടയിൽ കൂടെ ആൾക്കാർ നടക്കുന്നുണ്ട് ഓരോ സൈഡിലൂടെയൊക്കെ. ഇതെന്ത് സാധനം? ഓ സി turbina, electricidad. ഓക്കെ, ഇലക്ട്രിസിറ്റി എന്തോ ഉൽപ്പാദിപ്പിക്കാനുള്ള എന്തോ സാധനം എന്നാണ് തോന്നുന്നത്. ഭാഷയൊന്നും അറിയാണ്ട് തന്നെ ട്രാൻസ്ലേറ്റ് ഇല്ലാണ്ട് ഞാൻ ആളോടത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് കുറച്ചൊക്കെ മനസ്സിലാവും, പിന്നെ ഞാൻ ആക്ഷനിൽ തിരിച്ച് റിപ്ലൈ കൊടുക്കും കേട്ടോ. മഴ ഇപ്പം നല്ലപോലെ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ മൊത്തം നനയേണ്ടായിരുന്നു, പക്ഷേ ഈ വണ്ടി ലിഫ്റ്റ് കിട്ടിയോണ്ട് സെറ്റായതേ, മഴ നനയേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ആള് പറയുന്നത് പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കുറേ നേരമായിട്ട് ഭയങ്കര സൗണ്ടിലുള്ള പാട്ട് വെച്ചിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ആ പാട്ടൊന്ന് ഓഫ് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ ആള് പറഞ്ഞത് ആള് ദൂരെ നിന്നാണ് വരുന്നത്, അപ്പം അതുകൊണ്ടാണ് പാട്ട് വെച്ചത്. ഞാൻ കലവില്ലാതെ പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ട് പുള്ളിൻ്റെ ഉറക്കം മൊത്തം പോയി, പുള്ളി ഓണായി എന്നാണ് കേട്ടോ പറയുന്നത്. നല്ല തണുപ്പത്ത് നല്ല ഹൈ റേഞ്ചിൽ മഴയും കൊണ്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ നല്ല ചൂടുള്ള പുഴുങ്ങിയ മെയ്സ് മേടിച്ചിട്ടുണ്ട്, കോണ്. ആളും അത് കഴിച്ചോണ്ടിരിക്കുക. നല്ല അടിപൊളി സ്വീറ്റ് കോണാണ്. ഇവിടെ ഫുള്ള് കാണാം. ഇതേ ഫിഷ്, ഇഷ്ടംപോലെ ഫിഷ് ഉണ്ട് കേട്ടോ. നോക്ക്, അത് വിൽക്കാൻ വേണ്ടി വെച്ചേക്കുന്ന ഫിഷാണ് കേട്ടോ. ഇത് ചെറിയൊരു ടൗൺ ആണ് കേട്ടോ. അപ്പോൾ പാസ് ചെയ്ത് ഇവിടെ മുകളിലേക്കാണ് കേട്ടോ വീടുകൾ കാണുന്നത്. നോക്കിയേ, ഇപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുക. കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ, ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, നോക്ക്, മുകളിലേക്ക് വീടുകൾ. പോകുന്ന വഴിക്ക് നല്ല കോടയാണ് കേട്ടോ. ഇത്ര നേരം നല്ല കോടയായിരുന്നു, ഇപ്പോഴും കോട ഇങ്ങനെ ഓരോ സ്ഥലത്ത് നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുക. പുള്ളിക്കാരൻ ഇവിടെ എന്തോ ഒരു ബിസ്ക്കറ്റ് പോലത്തെ ഒരു സാധനം എനിക്ക് മേടിച്ചു തന്നിട്ടുണ്ട്. ചീസോ ബട്ടറോ, ബണ്ണും അല്ല ബിസ്ക്കറ്റും അല്ല, അങ്ങനെ ഒരു സാധനം.
പുള്ളിക്കാരൻ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്കൊരു വലിയ പാക്കറ്റ് മൊത്തം തന്നു, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാനത് കഴിക്കുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞ് എനിക്കത് എന്ത് വെച്ചുണ്ടാക്കിയെന്നറിയോ, മെയ്സും പിന്നെ കേർഡ് ഉണ്ടല്ലോ, തൈരും പിന്നെ ചീസും, ഇതും കൂടെയാണ് കേട്ടോ. ഒരു പുളീന്റെ ടേസ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇവിടെയൊക്കെ നോക്ക്, നല്ല കോടയാണ് കേട്ടോ. അവിടെയൊക്കെ കോട ഇറങ്ങി താഴേക്ക് വരുന്നുണ്ട്. നോക്കിയേ, അടിപൊളി വഴിയാണ് കേട്ടോ ഇതുവഴി പോവാനായിട്ട്. ജിനോത്തേക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി ഗ്രാമമാണ് കേട്ടോ ഈ കാണുന്നത്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, മലമുകളുടെ നടുവിലൊരു വില്ലേജ്. അടിപൊളിയായിട്ടില്ലേ? നല്ല രസമുണ്ട് കേട്ടോ അത് കാണാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ മലേന്റെ അടിയിൽ എന്തോ ഒരു ചിത്രം ഇങ്ങനെ വരച്ചു വെച്ച പോലെയാണ് തോന്നുന്നത്. ഒന്നാമത് ഫോൺ കുറച്ച് ബ്ലറായിട്ടാണ് ഉള്ളത്, വെള്ളമൊക്കെ ആയിട്ട്. പിന്നെ അവിടെ ആണെങ്കിൽ മൊത്തം കോട മൂടിയതുകൊണ്ട് ശരിക്കും പോലെ കാണാൻ പറ്റുന്നില്ല കേട്ടോ. നോക്ക്, കോടയൊക്കെ പോകുന്നുണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇതേ ഇവിടെ ഞാൻ കാണിച്ചേ, നോക്ക്, നല്ല അടിപൊളി ക്ലൈമറ്റും നല്ല കാറ്റും, നല്ല രസമുണ്ട് കേട്ടോ ഇതുവഴി ഇങ്ങനെ പോകാനായിട്ട്. അതിങ്ങനെ പോകുന്ന കാണാൻ തന്നെ അടിപൊളിയാണേ. ഈ റോഡാണെങ്കിലും അതെ, നല്ല രസമുണ്ട്. ഇവിടെ ഞാനിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പൊ ആളും ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ഒന്നും കഴിച്ചിട്ടില്ലാന്ന്. അപ്പൊ ആള് പറഞ്ഞ ആളും ഒന്നും കഴിച്ചിട്ടില്ലാന്ന്. അതാണ് എനിക്ക് ആ ബിസ്ക്കറ്റൊക്കെ മേടിച്ചെന്ന്. പക്ഷെ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് ഞാൻ കഴിച്ചതുമില്ല. ഇതൊക്കെ ആ ഫുൾ വൈറ്റ് കളറിൽ കാണുന്ന ഫുള്ള് കോടയാണ് കേട്ടോ, നല്ല കാറ്റും. ഐസാവുന്നുണ്ട്, നല്ല തണുപ്പ്, നല്ല അടിപൊളി ലാൻഡ്സ്കേപ്പാണ് കേട്ടോ അവിടെ. ശരിക്കും കാറ്റടിക്കുമ്പോൾ ആ കോട എങ്ങനെ വേഗം പോകുന്ന കാണാൻ പറ്റുന്നുണ്ട്. എല്ലാ സ്ഥലവും വൈറ്റ് ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അവിടെയൊക്കെ കാണുന്നത് മൊത്തം മലയാണ്, പക്ഷെ അതൊന്നും കാണാൻ പറ്റുന്നില്ല. കോട മൂടിയിട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല കേട്ടാ. ഈ ഒരു സൈഡ് മാത്രമാണ് കാണുന്നത്, അതും അതിൻ്റെ മുകളിലേക്ക് ഫുള്ള് കോടയാണ് കേട്ടോ. നോക്ക്, നല്ല തണുപ്പ്, നല്ല കാറ്റും, നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ. അതേ ബാക്കിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കാറ്റിങ്ങനെ ഭയങ്കര സ്പീഡിൽ വീശിക്കൊണ്ടിരിക്കുക. തണുക്കുന്നു. ഇവിടെ നോക്ക്, കുറേ കേക്കൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇവരെന്നെ ഇവിടെ ബേക്ക് ചെയ്യുന്നതാണ് കേട്ടോ. നോക്ക്, നല്ല രസമില്ലേ? ചോക്ലേറ്റിൻ്റെത് കാണുന്നുണ്ട്. വേറെ എന്ത് ഫ്രൂട്ടാ, പൈനാപ്പിളോ മുന്തിരി എന്തോ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു ഹോട്ടലിൻ്റെ സിമ്പിൾ മെനു ആണ് കേട്ടോ ഈ കാണുന്നത്. ഫസ്റ്റ് ഫ്രിക്കോളിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബീൻസ് ആണ്, രണ്ടാമത്തേത് തോർത്തിയ, മൂന്നാമത്തേത് എഗ് ആണ് കേട്ടോ. ഹ്യോവോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗ്സ് എന്നാണ്. ഇത് കേർഡാണ് കേട്ടോ, നമ്മുടെ തൈരാണ്. ഈ ക്രേമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ക്രീമാണ്, അത് എന്താണെന്നില്ല, എന്തിൻ്റെ ക്രീമാണെന്ന് എനിക്കറിയില്ല. കഫേ എന്ന് പറഞ്ഞാൽ നമ്മളെ കോഫി. പിന്നെ ആഗ്വ ഫോൻതെ പുറ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് പ്യുവർ ആയിട്ടുള്ള മൗണ്ടെയിൻ വെള്ളം എന്നാണ് അർത്ഥം. പിന്നെ ഇതെന്താ, ജ്യൂസാണ് കേട്ടോ, ട്രോപ്പിക്കൽ ജ്യൂസാണ്. ഞാൻ എഗ്ഗ് മാത്രമാണ് കേട്ടോ ഓർഡർ ചെയ്തത്. പക്ഷെ പുള്ളിക്കാരൻ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വേറെ എന്തൊക്കെയോ ഓർഡർ ചെയ്തു. പൈസ കൊടുക്കുന്നതിൻ്റെ അല്ല, ഞാൻ ഇത്രയൊന്നും കഴിക്കില്ല. അതൊക്കെ ഒരു തോർത്തിയാണ് കേട്ടോ ഈ കാണുന്നത്, എന്തോരം വലുതാ. ഇത് ബീൻസ്, ഒരു ചെമ്പ് ബീൻസ് ഉണ്ട്. പിന്നെ അതേ എഗ്ഗ്, പിന്നെ അതേ ഈ ക്രേമ എന്ന് പറയുന്ന സാധനം ഇതാണ് കേട്ടോ, ബട്ടർ പോലെ ഇരിക്കുന്ന ഈ ക്രീം. പിന്നെ അതിൻ്റെ കൂടെ ഉള്ളത് ചീസാണ് കേട്ടോ. അവിടെ നോക്കിയേ, നല്ല ഫ്രഷ് ക്യാരറ്റ് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ക്യാരറ്റും ക്യുക്കുംബറും കാണാൻ പറ്റുന്നുണ്ട്. ഇത് നോക്ക്, കോട മൂടിയിട്ട് വഴിയൊന്നും കാണുന്ന പോലും ഇല്ല കേട്ടോ. നമ്മളിങ്ങനെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. വണ്ടികൾ എന്തായാലും ലേറ്റ് ഇട്ടിട്ടുണ്ടാവും. ലേറ്റ് ഇടുന്ന സമയത്ത് വലിയ കുഴപ്പമില്ല, കാണാൻ പറ്റും. എന്നാലും നല്ല വളവും തിരിവാണ് കേട്ടോ. അതുകൊണ്ട് വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. അടിപൊളിയാണ് പോണ വഴിയെല്ലാം. അപ്പം എനിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ വെള്ളം എടുക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. നാച്ചുറൽ ആയിട്ടുള്ള മലേൻ്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഇതുപോലത്തെ പോയിന്റ് ഓൺ ദ വേയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നല്ല വെള്ളമെന്നാണ് പറഞ്ഞത്. ബിയാൻ സി ഒന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്താ. നല്ല ഫ്രഷ് വാട്ടറാണ് കേട്ടോ. ഇവിടെ കുറേ ജീവികളുടെ സൗണ്ട് ഇങ്ങനെ കേൾക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. കാരണം ശരിക്കും ഒരു കാടാണ്, കാടിൻ്റെ ഉള്ളിലൂടെ അങ്ങനെ പോകുന്നു. ഇനിയും കുറേ കിലോമീറ്റർ പോകാനുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ ഇങ്ങനെ ഓരോ സ്ഥലത്തുനിന്നും കാട്ടിൽ നിന്നൊക്കെ വെള്ളം എടുത്ത് കുടിക്കുന്നു. അപ്പോൾ ഞാൻ ആൽബൻഡസോൾ എന്ന് പറഞ്ഞിട്ടുള്ള മെഡിസിൻ ഉണ്ടല്ലോ, അത് ഞാൻ വാങ്ങി കഴിക്കാറുണ്ടായിരുന്നു 3 months കൂടുമ്പോൾ. പക്ഷെ ഇപ്പോൾ ലാസ്റ്റ് 3 months ആയിട്ട് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു വേംസോ എന്തെങ്കിലും ആ ഒരു വെള്ളത്തിൽ ബാക്ടീരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും. സോ ഇനിയിപ്പോൾ എവിടെയെങ്കിലും കിട്ടുമ്പോൾ അത് മേടിച്ച് കഴിക്കണം. മത്തകാൽപ്പ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. എന്താ അടിപൊളി സ്ഥലമാണ് നോക്ക്, ഭയങ്കര രസമില്ലേ കാണാൻ. ശരിക്കും വീഡിയോയിൽ കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. നോക്ക്, ഭയങ്കര അടിപൊളിയാണ്. ഇവിടുന്ന് കാണാൻ പറ്റില്ല, ഇങ്ങനെ
ഇട്ട പോലെ കിടക്കുവാണ് ഇങ്ങനെ വീടുകള് മലേന്റെ മുകളിൽ. അത്യാവശ്യം വലിയ സ്ഥലമാണ് കേട്ടോ. നമുക്ക് അടിപൊളി. നോക്ക്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. വീടുകൾ നോക്ക്, വീടുകളുടെ ഇടയിൽ കുറേ മരങ്ങള്, അതിന്റെ പുറകില് വലിയ വലിയ മല. അതാണ് കേട്ടോ മത്തകാൽപ്പ. പുള്ളിക്കാരന്റെ വീട് ഇവിടെ എവിടെയാണ്. ഞാൻ ചോദിച്ച സമയത്ത് ആള് പറഞ്ഞു, ഞാൻ ചോദിച്ചായിരുന്നു ടെന്റ് അടിക്കാത്തൊരു സ്ഥലമുണ്ടോ. അപ്പോൾ ആള് ആക്ച്വലി ഭാര്യയൊക്കെ ആയിട്ട് എന്തോ പ്രശ്നമായിട്ട് ഇപ്പോൾ ആൾ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആള് വേറെ ഈ കമ്പനി ഉണ്ടല്ലോ, ഇതൊരു കമ്പനി വണ്ടിയിൽ ഓടുന്നതാണല്ലോ, അപ്പോൾ അവിടെയാണ് ആള് പോയിട്ട് താമസിക്കുന്നത് കേട്ടോ. ഞാൻ ചോദിച്ച സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു നല്ല ആളാണ്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഞാൻ സ്റ്റേ ചെയ്യാനുള്ളത് നോക്കും, അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടെ ട്രാവൽ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ സമയം ഒരു 6 മണി ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ അടിപൊളിയാണ് സ്ഥലം, പക്ഷെ ചെറിയൊരു എന്താ പറയുക, ചെറിയ സ്ഥലം എന്നല്ല, കൂടുതലും ദാരിദ്ര്യമാണ് കൂടുതൽ. അപ്പം അതുകൊണ്ട് തന്നെ ടെൻ്റ് അടിക്കാനുള്ള സ്ഥലം കുറവായിരിക്കും. കാരണം ഇവിടെ തന്നെ കണ്ടില്ലേ നമുക്ക് ഓരോ വീടുകൾ ഇങ്ങനെ മുകളിലേക്ക് കൺജസ്റ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്, സ്ഥലം ഉണ്ടാവില്ല. അതാണ് പ്രശ്നം. ഇന്നലെയും അതായിരുന്നല്ലോ പ്രശ്നം. ഓക്കെ, ഗ്രാസിയാസ്, ബൈ ബൈ. ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഇവിടുന്ന് ആള് നേരെ അങ്ങോട്ടാണ് പോകുന്നത്, എനിക്ക് ഇങ്ങോട്ടാണ് കേട്ടോ പോകാനുള്ളത്. അവിടുന്ന് എനിക്കൊരു വണ്ടി കിട്ടിയായിരുന്നേ, അതിലിരിക്കാൻ തന്നെ സ്ഥലം ഉണ്ടായില്ല, ജാമായിട്ട് ഇരിക്കുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞേ. കാരണം ഒരു ചെറിയൊരു ട്രക്കായിരുന്നു, പിക്കപ്പ് വാൻ പോലത്തെ. ഓൾറെഡി 2 പേരുണ്ടായിരുന്നു, 2 പേർക്കുള്ള സ്ഥലം ഉണ്ടായിരുന്നു. സോ ഞാൻ ഇവിടെ ഒന്നും സ്ഥലം ഇല്ല സ്റ്റേ ചെയ്യാൻ. സോ ഞാൻ പൊക്കോണ്ടിരിക്കുക. ആക്ച്വലി ഞാൻ വേറെ റൂട്ട് പോകാൻ ഉദ്ദേശിച്ചു. ആ റൂട്ട് കൂടുതൽ എന്താ പറയുക, മല തന്നെയാണ്, ഫുൾ ചുരമാണ്, വണ്ടി കിട്ടാൻ പാടാണ്. ഞാൻ വേറെ റൂട്ടിന് പോയി. ശരിക്കും പറഞ്ഞാൽ ആ റൂട്ടിന് പോകാനോ ഉദ്ദേശിച്ചത്, പിന്നെ കിട്ടിയത് ഇങ്ങോട്ടാണ് വണ്ടി. അപ്പം ഞാൻ അങ്ങോട്ട് പോകുന്നു. അതാ എന്താ, ഓ അവക്കാഡോസ് ആണ് കേട്ടോ കാണുന്നത്. ഇവിടെ സൈഡിൽ അവർ വിൽക്കാൻ വെച്ചേക്കാണ് കേട്ടോ. ഇവിടെ നോക്കൊരു വെറൈറ്റി വണ്ടിയാണ് കേട്ടോ കാണുന്നത്. കുറേ എണ്ണം കണ്ടു. ഫ്രണ്ടിൽ ഇരുന്നിട്ട് പോകുന്നൊരു സാധനം കേട്ടോ. ദേ അതാ കാണുന്നത്, ഒരു ബൈക്കാണ്, പക്ഷെ ഓട്ടോറിക്ഷ പോലെ ഫ്രണ്ടിലേക്ക് ആക്കിയിട്ടുണ്ട്. അടുത്തേക്ക് പോകുമ്പോൾ ഞാൻ കാണിച്ചരേ. ഇവിടെ ഫുൾ അതാണ്. ഓരോ ഏരിയയിൽ എത്തുമ്പോൾ ആ ഏരിയൻ്റെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. ഇത് കണ്ടാ ബൈക്ക് ഫ്രണ്ടിൽ ഇങ്ങനെ ഇരുന്നിട്ട് പോവാം. അടിപൊളി കേട്ടോ. ഇങ്ങനത്തെ ഒരു സാധനം ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കൊള്ളാം. എനിക്കിത് ഈ ഒരു വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പുള്ളിക്കാരൻ്റെ 2 ചെറിയ മക്കളും ഉണ്ട് കേട്ടോ. പുറകിലാണ് ഇവിടെ കാണാനല്ല, അതേ അവിടെയാണ് കേട്ടോ ഉള്ളത്. കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് അവർ മനാഗിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാനും അങ്ങോട്ടാണ് പോകുന്നത്. അറിയില്ല, ഞാൻ കൺഫ്യൂസ്ഡ് ആയിട്ടാണുള്ളത്. 2 വഴിയുണ്ട്. അപ്പോൾ ഞാൻ ഏത് വഴി പോകണം എന്നുള്ളത്. ഇപ്പുറത്തെ ഫോറസ്റ്റ് കുറേ കോസ്റ്റൽ ഏരിയ ആണ്. കോസ്റ്റൽ ഏരിയയിലാണെങ്കിൽ പെട്ടെന്ന് പോകാൻ പറ്റും, ഈസിയാണ്. ഞാൻ ആലോചിക്കട്ടെ, ഓൺ ദ വേയിൽ ഞാൻ ആലോചിക്കുകയാണ്. ഇപ്പോൾ സമയം രാത്രി 8 മണിയായിട്ടുണ്ട്. ഞാനിത് അവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. മനാഗുവയ്ക്ക് പോകാൻ നേരെ പോയി കഴിഞ്ഞാലാണ്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഫുൾ ട്രാഫിക് ആയിരിക്കും. അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. സോ ഈ ഒരു റൂട്ട് കണ്ടല്ലോ, അങ്ങോട്ടാണ് ഞാൻ പോകുന്നത്. അതുവഴിയാണെങ്കിൽ ഗ്രാമങ്ങളും മലയും അങ്ങനെയുള്ള സ്ഥലമാണ്. ഇവിടെ നല്ല റോഡും ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നിക്കാരാഗുവ കുറച്ച് സീന് സ്ഥലമാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഒന്നാമത് ഇതിപ്പോൾ കുറച്ച് ടൗണിൻ്റെ ഒക്കെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ സേഫാണോ എന്നറിയില്ല. രാത്രി ഞാൻ ഒറ്റയ്ക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സമയം ഒരു 8:45 കേട്ടോ. കണ്ടാ, ഓക്കെ 8:45. ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണേ. ഇങ്ങനെ ഒരു ലൈറ്റിങ് എല്ലാവിടെയും കാണുന്നുണ്ട് കേട്ടോ, പല കളറിൽ. ഇത് ബ്ലൂ ആണ്, അവിടെ യെല്ലോ കണ്ടിട്ടുണ്ടായി, റെഡ് കണ്ടിട്ടുണ്ടായി. ഇവിടെ ഈ രാത്രി ഒന്നും അധികം വണ്ടികൾ ഉണ്ടാവില്ല. എന്താ ഫോണ് ഇതൊക്കെയാണ് ഞാൻ സൂക്ഷിക്കുന്നത്. വേറെ എന്നെ ഒന്നും ചെയ്യുന്നതിനെക്കാട്ടിലും മെയിനായിട്ട് പൈസയും ഫോണും അങ്ങനത്തെ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോലെയായിരിക്കും. എനിക്കിതാ ഈ ഒരു വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിലും നടുവിൽ ഒരു പുള്ളിക്കാരി ഇരിക്കുന്ന വണ്ടി ഓടിക്കുന്നുണ്ട് ഒരാള്. ഇവിടുന്ന് ഒരു കുറച്ച് ദൂരം അവർ പോകുന്നുള്ളൂ, ഒരുപാട് ദൂരമൊന്നും ഇല്ല. ഇത് നേരെ പോകാൻ എനിക്ക് ഇങ്ങോട്ട് തിരിഞ്ഞ് പോകാനുണ്ട്. എനിക്ക് ഉറക്കമൊക്കെ വരുന്നുണ്ട്. കാരണം ഞാൻ രാവിലെ എത്ര മണിക്കാ, 9 മണിക്ക് 8 മണി ആ ടൈമിൽ ഞാൻ എണീച്ചതാണ്. പക്ഷെ നല്ല ഉറക്കം റെഡി ആയിട്ടില്ല, ലേറ്റായി കിടന്നിട്ടെല്ലാം. പകുതി ഞാനിങ്ങനെ ഉറക്കം നോക്കിയിട്ടാണ് ഞാൻ പൊക്കോണ്ടിരിക്കുന്നത് കേട്ടോ. ഞാനിതാ ഏതോ ഒരു സ്ഥലത്ത് വന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു പെട്രോൾ പമ്പൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ ടെൻ്റ് അടിക്കണം എന്നുണ്ടെങ്കിൽ മഴ എന്തായാലും പെയ്യും, അതുകൊണ്ട് ടെൻ്റ് അടിക്കാൻ പറ്റൂല. അപ്പം ഞാനിവിടെ ലിഫ്റ്റ് അടിക്കണോ എന്താ ചെയ്യണേന്ന് അറിയില്ല. ഇവിടെ ആകൊരു കടയുണ്ടായിരുന്നു ഓപ്പോസിറ്റ്, ആ ഒരു കട കണ്ടില്ലേ, ആ കടയിലാണ് ഞാൻ ചോദിച്ചത് ഇവിടെ എവിടെയെങ്കിലും ടെൻ്റ് അടിക്കാൻ പറ്റുമോ എന്നുള്ളത്.
അപ്പോൾ അവരില്ലാന്ന് പറഞ്ഞു. സോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എനിക്കാണ് ഉറക്കം വന്നിട്ട്. ഇപ്പോൾ സമയം 10 മണി ആയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് വണ്ടികളൊക്കെ പോകുന്നുണ്ട് എന്തായാലും. പക്ഷേ റിസ്ക് ആണ് രാത്രി ട്രാവൽ ചെയ്യുന്നത്. പണിയാണല്ലോ. ഇവിടെ സ്ഥലമില്ല. ജസ്റ്റ് ഒരു ടൗൺ പോലത്തെ സ്ഥലമാണ്. ഉണ്ടോ ഇവിടെയൊക്കെ ടെൻ്റ് അടിക്കാൻ വേണമെങ്കിൽ. പക്ഷെ സേഫ് അല്ല ആർത്തേലും ചോദിക്കാണ്ട് അടിക്കുന്നത്. ഇവിടെ ബോർഡൊക്കെ കാണുന്നുണ്ട് കേട്ടോ. എൽ രാമ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് 218, ബോക്കോ തൊട്ടപ്പുറയാണ് 13 കിലോമീറ്റർ. ഞാനിതിപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരാളിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഈ രാത്രിയിൽ ട്രാവൽ ചെയ്യരുത്, തീരെ സേഫ് അല്ല എന്ന് മാത്രമല്ല ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഇവിടുത്തെ ആൾക്കാർ കൊന്നളയും, റേപ്പ് ചെയ്യും, പിടിച്ചു പറിക്കും, ഫുൾ ഡ്രസ്സ് സാധനങ്ങളൊക്കെ എടുത്ത് കൊണ്ടുവന്നൊക്കെ പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഒരു പുള്ളിക്കാരൻ ഇവിടെ തൊട്ടപ്പുറം പോലീസ് സ്റ്റേഷൻ ഉണ്ട്, അവിടെ പോയിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരവിടെ ടെൻ്റ് അടിക്കാനുള്ള ഏതെങ്കിലും സ്ഥലം തരും, അങ്ങനെയാണ് പറയുന്നത്. സോ ഞാൻ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ രാത്രിയിൽ ഇങ്ങനെ ഒരുപാട് പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ആളുകളെയൊക്കെ നമുക്കിവിടെ കാണാം. അങ്ങനെ ഞാനിതാ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ ഞാൻ ടെൻ്റ് അടിക്കാൻ പോവാണ് കേട്ടോ. ഒരു ചെറിയ പോലീസ് സ്റ്റേഷനാണ്, ഒരു വുമൺ പോലീസ് മാത്രമാണ് അവിടെ ഉള്ളൂ കേട്ടോ. എൻ്റെ അടുത്ത് പറഞ്ഞു ഉള്ളിൽ ടെൻ്റ് അടിക്കാനുള്ള പെർമിഷൻ ഇല്ല. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ ടെൻ്റ് അടിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു സ്പേസിലാണ് ഞാൻ ടെൻ്റ് അടിക്കുന്നത് കേട്ടോ. ഭയങ്കര സൈലൻസ്, അതുകൊണ്ട് ഞാൻ പയ്യെ പറയുന്നത്. സോ നാളെ രാവിലെ നേരത്തെ എണീക്കേണ്ടി വരും. ഞാനപ്പോൾ വേഗം ടെൻ്റ് അടിക്കട്ടെ. ടെൻ്റ് അടിച്ച് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എഡിറ്റ് ചെയ്യാൻ. ഞാനിന്ന് ഇവിടെ തലക്ക് തിരിഞ്ഞാണ് കേട്ടോ കിടക്കുന്നത്. അപ്പുറത്താണ് ഞാൻ കിടക്കാറ്, അപ്പുറം ബാഗ് വെക്കൽ. ഇന്നിപ്പോൾ ബാഗ് വെച്ച് കൊടുത്താണ് ഞാൻ കിടക്കുന്നത്. എന്തോ ചൂട് പോലെ ഫീൽ ചെയ്തു. പക്ഷേ ഡിഗ്രി നോക്കിയ സമയത്ത് 18 ഡിഗ്രി ഉള്ളൂ. 18 ഡിഗ്രിയില്ല, എന്താ അത്ര ചൂട് എന്ന് എനിക്കറിയില്ല. പുറത്തുനിന്ന് വന്നതിൻ്റെ ചൂടായിരിക്കും ചിലപ്പോൾ. അത് ടയർഡായതിൻ്റെ ഇട്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എന്താ കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. എന്തായാലും നേരത്തെ എണീക്കേണ്ടി വരും നാളെ. സോ ഈ വീഡിയോ ഞാൻ ഇതോടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.